ഹായ്, ഞാൻ ലക്ഷ്മി. ഞാനും എൻ്റെ ഹസ്ബൻഡും വാവയും കൂടെ ഇപ്പോൾ അടുത്തൊരു ഫോക്കോ ട്രിപ്പ് പോയിരുന്നു. അടുത്തെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇന്ന് രാവിലെ ഞങ്ങൾ എത്തിയിട്ടുള്ളൂ കേട്ടോ. രാവിലെ മീനിങ് ഒരു 3 o'clock ഒക്കെ ആയപ്പോൾ എത്തി. അപ്പം പോയി വന്ന ഉടനെ തന്നെ ചൂടോട് ഞാൻ അങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബിക്കോസ് പോയ എക്സ്പീരിയൻസും പിന്നെ മെമ്മറീസും പിന്നെ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എസ്പെഷ്യലി ബേബീനെ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കണം, പിന്നെ ഐറ്റിനറി എങ്ങനെ പ്ലാൻ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ മെയിനായിട്ട് പറയുന്നത്. ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ കേൾക്കാം, അല്ലാത്തവർക്ക് പ്ലീസ് feel free to skip. So yeah, ഞങ്ങളുടെ ഫ്ലൈറ്റ് സെപ്റ്റംബർ 11-നായിരുന്നു. 11 o'clock 11:10 എന്തോ ആയിരുന്നു, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 2 hours ഉള്ളൂ കേട്ടോ എയർപോർട്ടിലോട്ട്. അപ്പോൾ ഞങ്ങളൊരു 5 o'clock ഇറങ്ങാം, അപ്പോൾ നമുക്ക് എത്തുമല്ലോ എന്നുള്ളൊരു രീതിയിലാണ് ഞങ്ങൾ ഇരുന്നിരുന്നത്. പെട്ടി പാക്കിംഗ് ഒക്കെ എൻ്റെ 2 ദിവസം മുന്നേ കഴിഞ്ഞു. ഞാൻ ഒരാഴ്ച മുന്നേ ലിസ്റ്റൊക്കെ ഇട്ട് ഓരോ പാക്കിംഗ് ഒക്കെ തുടങ്ങി. ഞങ്ങൾക്ക് 20 kg പിന്നെ ക്യാബിൻ 7 ആയിരുന്നു, എന്ന് വെച്ചാൽ 14 അങ്ങനെയായിരുന്നു അലൗഡ്. ഞാനെല്ലാം പാക്കൊക്കെ ചെയ്ത് വെച്ച് വെയ്യൊക്കെ നോക്കി ഒക്കെ കറക്റ്റ്, അതൊക്കെ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇറങ്ങാനൊന്നും ലേറ്റ് ആയില്ല, 5 മണിക്കാണ് ഞങ്ങൾ ഇറങ്ങി. ഓക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അവൻ പറയുന്നത് അവനൊന്ന് ബിയർഡ് ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ ഫൈൻ ശരി. അപ്പോൾ അവനും അങ്ങനെ പോവാണല്ലോ. അപ്പം എന്നാൽ ഞാൻ വിചാരിച്ചു, ഞാൻ വാവേണ്ടതിന് ശേഷം അങ്ങനെ ഒന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല കേട്ടോ പൊതുവേ. ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ശരി, ഞാൻ എന്തായാലും അവനും ചെയ്യല്ലേ, അപ്പം ഞാനും ഐബ്രോസ് ചെയ്യാം എന്ന് വിചാരിച്ചു ഞാനും പാർലറിൽ കയറി. ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു ഇല്ല, എൻ്റെ ഒരു 5-10 minutes കൂടി എടുക്കും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് എൻ്റെ കുഴി ഞാൻ തന്നെ തോണ്ടിയെന്ന് പറയാമല്ലോ. ഞാൻ വിചാരിച്ചു ഓക്കെ ശരി, എന്നാൽ ഞാൻ ഹെയറും കൂടെ ഒന്ന് ജസ്റ്റ് സെറ്റ് ചെയ്തേക്കാം, പോകുമ്പോൾ ലുക്കായിട്ട് പോകാമല്ലോ. അങ്ങനെ ഞാൻ ഹെയർ സെറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവരും പറഞ്ഞു ഓക്കെ 5-10 minutes ഞങ്ങൾ ചെയ്തു തരാം കേട്ടോ എന്ന് പറഞ്ഞിട്ട്. ഇത് തുടങ്ങിയിട്ട് കഴിയണ്ടേ ഒരു 5 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റ്, 20 മിനിറ്റ്, അരമണിക്കൂറായിട്ടും കഴിയുന്നില്ല. ഞാനൊരുമാതിരി പെട്ട അവസ്ഥയിലിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അവൻ വിളിച്ചിട്ട് നീ ഇറങ്ങണില്ലേ എന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ മുടി വാഷ് ചെയ്യുകയും ചെയ്തു, പിന്നെ ഇവർ സെറ്റാവണില്ല. ഞാൻ ഇങ്ങനെ കുറച്ച് കേൾ ചെയ്യാൻ പറഞ്ഞു, പക്ഷെ അവർക്ക് കേൾ ചെയ്യാനും പറ്റുന്നില്ല. എന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഫുൾ കാശും എടുത്തു, ശരിയായതും ഇല്ല. അവൻ്റെ ചെയ്തേം ഞാൻ കേട്ടു. ഷോ, വണ്ടിയിലൊരു കരച്ചിൽ സീനൊക്കെ കഴിഞ്ഞെങ്കിലും കരച്ചിലിനേക്കാൾ ഉപരി എനിക്ക് ടെൻഷനായിരുന്നു കേട്ടോ. ലൈക്ക് അവിടെ എത്തണ്ടേ, ഇൻ കേസ് അവിടെ എത്തിയില്ല, ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 1.5 ഒക്കെ ആയി എന്ന് തോന്നുന്നു നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്ത്. ടിക്കറ്റ്സ് ഒരു ഓൾമോസ്റ്റ് 70-75 ഒക്കെ ആയി.